ഹൂത്തികൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്ന തെല്ലവീവിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയ വിവരം പുറത്തു വന്നു. ഇതാദ്യമായിട്ടാണ് തെല്ലവീവിനെ ആക്രമിച്ചതുമായിരിക്കുന്ന ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൂത്തികളെ പരാമർശിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. തെല്ലവീവിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എംബസി ലക്ഷ്യമാക്കിയാണ് ഹൂത്തികൾ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുദ്ധത്തിന്റെ അതികഠിനമായിരിക്കുന്ന ഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ രീതിയിലൂടെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അപ്പുറമായ രീതിയിൽ ശക്തമായിരിക്കുന്ന യുദ്ധത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥക്കും ഒരു കൂട്ടരും തയ്യാറാവാത്തതിനാൽ വലിയ രീതിയിലുള്ള ആക്രമണം ഗസയുടെ ഭാഗങ്ങളിൽ നടക്കുന്നു, വലിയ മരണങ്ങൾ നടക്കുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു, പ്രതിഷേധത്തിനൊന്നും വകവെക്കാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഇതാണിപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന രീതിയായിട്ട് വരുന്നത്. എല്ലാ റിപ്പോർട്ടുകളും എല്ലാ സംഭവങ്ങളും അപ്പോൾ തന്നെ പുറത്തു വരുന്ന ഒരു രീതി ഇപ്പോൾ വലിയ കുറച്ചൊക്കെ നിയന്ത്രണങ്ങളുണ്ട് എന്ന തരത്തിലാണ്. അപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണങ്ങൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതും കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നില്ല. ഇസ്രായേലും ഹിസ്ബുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെബനാനുമായി നേരിട്ടൊരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച വരെ വലിയ രീതിയിലുള്ള പ്രചരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായതാണ്. വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ്. യുദ്ധത്തിന്റെ രീതികൾ മാറുന്നു. പാലസ്തീൻ അപ്പുറമായ രീതിയിൽ ലെബനാൻ ഇസ്രായേൽ ആക്രമിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടാവും. അതിന്റെ പ്രത്യാക്രമണം എത്രത്തോളം കഠിനമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കൽ അനിവാര്യമാണ് എന്ന് ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് അമേരിക്കയാണ്. അമേരിക്ക വലിയ രീതിയിലുള്ള ഇടപെടലുകളും സമ്മർദ്ദവും ഈ കാര്യത്തിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പൊ അതിന്റെ വിവരങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നില്ല. ഇസ്രായേലും ലെബനാനുമായിട്ടുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പരാമർശങ്ങളൊന്നും ഇപ്പൊ എവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതോ ഇസ്രായേൽ തിരിച്ചടിക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത് എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നത്. സാധാരണഗതിയിൽ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന യൂറോപ്യൻ കപ്പലിനെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ഈ വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയും ചെയ്തതാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിനെ സഹായിക്കുന്ന ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടേതോ അതിനപ്പുറമായ രീതിയിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കും. ചെങ്കടൽ തങ്ങളുടെ അധീനതയിൽപ്പെട്ടതാണ്. അതിലൂടെ മറ്റേതൊരു കപ്പൽ യാത്ര ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പോവുകയാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട്. ആയതിനാൽ അതിലൂടെ യാത്ര ചെയ്യാൻ പാടില്ല. ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൽ തങ്ങൾ കൂട്ടുനിൽക്കുകയില്ല. അത് ഞങ്ങളുടെ ശത്രുവായിട്ട് തന്നെ കാണും എന്നുള്ള മുന്നറിയിപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ഹൂത്തികൾ നൽകിയതാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ സൈനിക സംവിധാനത്തോടു കൂടിയാണ് അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമിച്ചത്. ചെറിയ ഘട്ടത്തിലൊക്കെ അത് വിജയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ശക്തമായിരിക്കുന്ന ആക്രമണം ഹൂത്തികളുടെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി ആ പ്രതിരോധങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. മാത്രവുമല്ല അമേരിക്കയുടെ കപ്പലിന് നേരെയുള്ള ആക്രമണങ്ങളും ഹൂത്തികൾ പതിവാക്കിയിരിക്കുന്ന രീതിയൊക്കെ പുറത്തു വന്നിരുന്നു. ചില റിപ്പോർട്ടുകളൊക്കെ യാഥാർത്ഥ്യമാണ്, ചിലതൊക്കെ ഇല്ലാത്ത റിപ്പോർട്ടുകളാണ് എന്നും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഏതായിരുന്നാലും അമേരിക്കക്കോ ബ്രിട്ടനോ ഒരു സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കവചം ഒരുക്കാൻ വേണ്ടി ചെങ്കടലിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതിന്റെ കാര്യം ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങളോ പ്രതിരോധങ്ങളോ ഹൂത്തികളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നതിനാലാണ്. അതിനൊക്കെ അപ്പുറമായ രീതിയിൽ ആ മേഖല ആ രീതിയിൽ സംഘർഷാവസ്ഥമായ രീതിയിലൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് യുദ്ധത്തിന്റെ കാഠിന്യം ഗസയിൽ കൂടിക്കൂടി വരികയും മരണസംഖ്യ കൂടുകയും പ്രത്യാക്രമണങ്ങൾ കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താവുന്നില്ല, അവിടെ യുദ്ധത്തിന് യാതൊരു രീതിയിലുള്ള പരിഹാരങ്ങളോ അതല്ലെങ്കിൽ യുദ്ധവിരാമങ്ങളോ വെടിനിർത്തലോ ഒന്നും വിജയിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനൊരു വിജയം ഉണ്ടാവുക അല്ലെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാവുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിഹാര മാർഗം എന്ന് ഇതിന്റെ ഇടയിൽ തന്നെ ഹൂത്തികൾ പറഞ്ഞതാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ തെല്ലവീവിലേക്ക് അവർ ഡ്രോൺ തുറത്തുവിട്ടു അല്ലെങ്കിൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ ഹൂത്തികളും ചെയ്യുകയാണ് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള ആരംഭമാണ് ഇപ്പൊ കുറിക്കപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൽ ഹിസ്ബുള്ള യൂത്തുകളുടെ ഭാഗത്തു നിന്നാണ് ഈ അക്രമം ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന്
രേഖപ്രകാരമുള്ള സ്ഥിരീകരണമൊന്നും IDF-ന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിലും മിസൈൽ തകർന്നു വീണതായിട്ടോ അല്ലെങ്കിൽ പൊട്ടിച്ചെതറിയതായിട്ടോ ഭാഗങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മിസൈൽ വന്നിട്ടുണ്ട്, അക്രമം നടന്നിട്ടുണ്ട്, അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം മാത്രമാണ് ഇനി പുറത്തു വരാൻ ബാക്കിയുള്ളത് എന്നാണ് ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ ആവുന്ന സമയത്ത് യുദ്ധത്തിന്റെ രീതികളൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ, അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിലേക്ക് ഈ യുദ്ധം മാറുമോ എന്ന കാര്യം ഇപ്പോൾ സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയാണ്. അതിൽ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹായ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിന്നു പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആയുധത്തിന്റെയോ സൈനികരുടെയോ യുദ്ധം ചെയ്യുന്ന വ്യക്തികളുടെയോ കുറവുകളൊന്നും ഇതുവരെ ഹൂത്തികളുടെ ഭാഗത്തുനിന്നോ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നോ ഹമാസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അങ്ങനൊന്നും ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ സൈനിക സഹായത്തോടു കൂടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്, ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും അതിൽ നിന്ന് ഏറെക്കുറെ പിന്നോട്ടം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ വേണ്ടി പറ്റും. കാരണം വരുന്ന തിരഞ്ഞെടുപ്പിലെല്ലാം ഇസ്രായേലുമായിട്ട് സഹായിക്കുന്നു എന്നതിനാലൊക്കെ വലിയ പരാജയം ആദ്യം ബ്രിട്ടനിലുണ്ടായിട്ടുണ്ട്, ജർമ്മനിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ സ്ഥിതിയും ഏറെക്കുറെ അങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനാധിപത്യപരമായിരിക്കുന്ന സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ മുഴുവനും പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റാർക്കും സാധിക്കുകയില്ല എന്നതിനാൽ ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് നിലപാടുകളും വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്ര ഭരണാധികാരികളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ ശാശ്വതമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്നും പരിഹാര നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യങ്ങളെ കൊണ്ട് ഇസ്രായേലിനെ കൊണ്ടോ പാലസ്തീനെ കൊണ്ടോ അംഗീകരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രയാസവും അവരെ വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം കൊണ്ടൊന്നും നേടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും കൂടുതൽ ദുരിതപരമായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം തന്നെ വയോജനങ്ങളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന ഒരു സൈനിക കമാൻഡറോ അല്ലെ ഭരണാധികാരികളോ ഒരിക്കലും അത് ചിന്തിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾ വിജയിക്കണം എന്നുള്ളതും അതിന് പ്രതിരോധിക്കുന്നവർ ഏത് തരത്തിൽ മരണപ്പെട്ടാലും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നാശങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാലും തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കുക എന്നുള്ള ഒരു നിലപാടിലൂടെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും എന്താവില്ല, യുദ്ധവിരാമം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിലപാട് എപ്പോഴും ഇസ്രായേലിനോടൊപ്പമാണ്. മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം നഷ്ടപ്പെടുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആകെ അവർക്ക് മിഡിൽ ഈസ്റ്റിൽ പരസ്യമായുള്ള പിന്തുണ നൽകുന്ന ഇസ്രായേലാണ് എന്നതിനാൽ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് ബൈഡന്റെ നിലപാടാണെങ്കിലും ഇപ്പോൾ പുതിയ പ്രസിഡന്റായി വരും എന്ന് പറയപ്പെടുന്ന ട്രംപിന്റെ നിലപാടാണെങ്കിലും ഇനി മുമ്പുള്ള മറ്റുള്ള പ്രസിഡന്റുമാരുടെ നിലപാടാണ് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് തന്നെ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ആദ്യം ബ്രിട്ടൻ തന്നെയാണ്. പ്രഖ്യാപനം അവർ നടത്തുകയാണ്, ഞങ്ങൾ രാജ്യത്ത് സ്വതന്ത്രമായിരിക്കുന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതോടൊപ്പം തന്നെ പിന്തുണ പറയുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അത് രാജ്യമായിരിക്കുന്നു എന്നുള്ള അംഗീകാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അമേരിക്കയും ബ്രിട്ടനുമാണ്. എന്നാൽ ആ സ്ഥലം, ആ ദേശം എന്ന് പറയുന്നത് പാലസ്തീന്റെ ദേശമാണ് എന്നതിനാൽ ആ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ആ ദേശത്തെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണം എന്നുള്ള ഒരു പ്രമേയം ഒരു കാലത്തും ഇവരോട്ട് അംഗീകരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് രാജ്യം തത്തുല്യമായ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രപ്രഖ്യാപനം നടത്തി അവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ സ്വൈര്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശത്തിനപ്പുറമായ രീതിയിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മാത്രം രാഷ്ട്രമായിട്ട് അംഗീകരിക്കുക, മറ്റൊരു പ്രദേശത്തെ അതിന് അംഗീകാരം നൽകാതിരിക്കുക എന്നുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു രീതിയാണ് UN സഭയിലൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ പിന്തുണച്ചു വന്നത്. അതിന്റെ ഒരു ദാരുണമായിരിക്കുന്ന അല്ലെങ്കിൽ ദുരന്തപരമായിരിക്കുന്ന ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്നുള്ള ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വ്യത്യസ്ത മേഖലകളൊക്കെ ഇപ്പോഴും ഇസ്രായേലിനെതിരെ കൊമ്പ് കോർക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഇറാഖ് അതേപോലെ അക്രമത്തിന്റെ രീതിയൊക്കെ തുടരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. ചില മിസൈലുകൾക്ക് ഇസ്രായേലിക്ക് തൊടുത്തു വിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സ്ഥിരീകരണമില്ലെങ്കിൽ പല സംഭവങ്ങളൊന്നും യാഥാർത്ഥ്യമായിരിക്കില്ല, എന്നാൽ ചില യാഥാർത്ഥ്യമായിരിക്കുന്ന സംഭവങ്ങളൊന്നും റിപ്പോർട്ടായിട്ട് പുറത്തു വരില്ല. ഇങ്ങനത്തെ കുറെ സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു.
ഇനി ഏത് തരത്തിലാണ് ഇതിനൊരു ഒരു ഒരു പ്രതിരോധം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രശ്ന പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് ലോകത്ത് ഇത്രാനും 200-ലധികം രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഒരു രാഷ്ട്ര ഭരണാധികാരികളും കൃത്യമായ രീതിയിൽ ഈ കാര്യത്തിൽ നിലപാട് പറയാനില്ല എന്നുള്ളതും UN സഭയാണെങ്കിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണെങ്കിലും മറ്റുള്ള മതേതരപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ സംഘർഷാവസ്ഥ ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യത്തിന്റെ നിലപാടും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഈ നിലപാട് അംഗീകരിക്കാക്കുന്ന സമയത്ത് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട ശ്രമം നടത്തുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ യുദ്ധം കൊണ്ടല്ലാതെ ഈ യുദ്ധത്തിന് വിരാമമോ പരിഹാരമോ ഉണ്ടാവില്ല എന്നാണ് പല ഘട്ടങ്ങളിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മേധാവികളൊക്കെ പറയാറുള്ളത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഹൂത്തികളുള്ളത്. അതുകൊണ്ട് ഹൂത്തികളുടെ നയമാറ്റം അല്ലെങ്കിൽ നിലപാട് മാറ്റങ്ങളൊക്കെ ഏത് തരത്തിലാണ് ഇനി ഫലം ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.